ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം വീഡിയോൻ്റെ അവസാനം കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. ആദ്യം നമുക്ക് ഈ ബോട്ടിലൊന്ന് ഒരു ബേസ് കോട്ട് അടിക്കണ്ടേ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ മുഴുവനായിട്ടും ഒരു കോട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. പിസ്തൻ്റെയൊക്കെ ഷെല്ല് അതുപോലെ സീഡ്സ് ഒന്നും കയ്യിലില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. പെയിൻറ്റ് ചെയ്യാനും അതുപോലെ വരയ്ക്കാനൊന്നും അറിയണമെന്നില്ല, അത്രയും സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് കട്ട സപ്പോർട്ടായിട്ടുള്ള കുറച്ച് കൊച്ചു കൂട്ടുകാരുണ്ട്. അവർക്കൊക്കെ ആണ് ഞാൻ ഈ ബോട്ടിൽ ചെയ്യുന്നത്. കാരണം അവർക്ക് ആകുമ്പോൾ ഗ്ലൂ ഗണ്ണും അതുപോലെ വലിയ വലിയ ഓരോ സീഡ്സും അതൊക്കെ ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പണിയാണല്ലോ. ഇതാകുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അവർക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള വർക്കൊക്കെ കാണുമ്പോൾ അത് ട്രൈ ചെയ്യാനും ഒക്കെ തന്നെ തോന്നും. ഞാൻ നേരത്തെ ഒരു ഇതുപോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മാർബിൾ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മാർബിൾ എഫക്റ്റ്. അപ്പോൾ അത് ഇതേപോലെ കുറേ പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണെന്ന് പറഞ്ഞിട്ട്. കുറേ കുട്ടികൾ അതുപോലെ ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൂട്ടുകാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അല്ലാത്തവർക്ക് തോന്നും ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു വർക്കായിട്ടാണോ ഞാൻ വന്നിരിക്കുന്നതെന്ന് തോന്നും. സിമ്പിളായിട്ടുള്ള ബോട്ടിലാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനും. അപ്പം ഞാനിവിടെ ബോട്ടിൽ 2 കോട്ട് അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സാധാരണ ഒരു കവർ എടുക്കുക. ഞാനിപ്പോൾ ഒരു ബ്രെഡിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു യെല്ലോ കളർ ആക്രിലിക് കളർ പെയിൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആ ബ്രഷ് ആ ഒരു ബോട്ടിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കവറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു പെയിൻറ്റൊക്കെ ആ കവറിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചധികം വേണം. കാരണം എനിക്ക് ഈ വർക്ക് ഫിനിഷായ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു പെയിൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കിട്ടുമായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബ്രഷ് ബോട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് അങ്ങനെ ആ ഒരു ബോട്ടിലിൽ നമ്മൾ പെയിൻറ്റ് അധികം ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ആ ബോട്ടിൽ നെക്ക് സൈഡിലാക്കുമല്ലോ. അങ്ങനെ ആക്കാതെ തന്നെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടൊന്ന് കവറിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു യെല്ലോ കളറ് ഒന്ന് കുറച്ച് ആഡ് ചെയ്തതിൻ്റെ ശേഷം ഞാനൊരു റെഡ് കളർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലൈറ്റ് വയലറ്റ് ഒരു പേർപ്പിൾ പോലുള്ളൊരു കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവറിലൊന്നാക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുറച്ച് ലൈറ്റായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു ഭംഗി. ഇനി നിങ്ങളെ കയ്യിൽ ഡാർക്ക് കളേഴ്സ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ യെല്ലോ അല്ലെങ്കിൽ വൈറ്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും കുറച്ചും കൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും. എൻ്റെ കയ്യിൽ അധികം ലൈറ്റ് കളേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ലൈറ്റ് കളേഴ്സൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സൊക്കെയാണ് യൂസ് ചെയ്തത്. അപ്പം ഞാനൊരു പേൾ ഗ്രീനും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ലോ മോഷനൊക്കെ ഒന്നാക്കി. കാരണം കുറച്ച് നല്ലൊരു ഭംഗി ഉണ്ടാവും ആ ഒരു സ്ലോ മോഷനിൽ പെയിൻറ്റ് ഇങ്ങനെ വീഴുമ്പോൾ എന്നായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ അതെനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ അത് കുളമായ മാറ്റി തോന്നിയത്. അപ്പം ഞാൻ നമ്മളുടെ ആ ഒരു പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബോട്ടിൽ ഒരു കവറിൻ്റെ ആ ഒരു സൈഡിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ റോൾ ചെയ്യുമ്പോൾ ആ പെയിൻറ്റ് ആ ബോട്ടിലാകുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസൈനാണ് നല്ലത് അങ്ങനെ തോന്നുന്നു. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് റോൾ ചെയ്തപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ കുറേ സമയം ഒന്ന് റോൾ ചെയ്ത സമയത്ത് ആ പെയിൻറ്റ് ചിലതൊക്കെ ഒന്ന് ഇങ്ങനെ മിക്സ് ആവുമല്ലോ. അങ്ങനെ മിക്സായിട്ട് വന്നപ്പോൾ വേറൊരു ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം കുറച്ചൊക്കെ ഒന്ന് ഒരു കൊളായിട്ട് വന്ന ഡിസൈനാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനും. ഇപ്പോൾ ബോട്ടിലിൻ്റെ ആ ഒരു റോൾ ചെയ്തിട്ടുള്ള ആ ഭാഗത്തൊക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നെക്കിൻ്റെ ആ സൈഡിൽ റോൾ ചെയ്യുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കവറ് ആ നെക്കിൻ്റെ സൈഡിലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കവറിൻ്റെ ആ ഒരു നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ കവറിൻ്റെ ആ ഒരു ചുളിവും കൂടെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു നെക്ക് സൈഡിലുള്ള ഡിസൈനൊക്കെ. അപ്പം നമ്മളുടെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലിവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊക്കെ കൊള്ളായ ബോട്ടിലാണെങ്കിലും കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ചില ആർട്ടിസ്റ്റൊക്കെ വരയ്ക്കുന്ന ഒരു മോഡേൺ ആർട്ട് പോലെയുണ്ട് ഈ ഒരു ഡിസൈന്. കാരണം മോഡേൺ ആർട്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഡ്രോയിങ്സും ഡിസൈൻസും ഒന്നും ഉണ്ടാവില്ലല്ലോ. മാക്സിമം അത് കാണുന്നത് പെയിൻറ്റിങ്സിൻ്റെ ആ ഒരു മിക്സിങ്ങും അതൊക്കെയല്ല ആ ഒരു രീതിയാണല്ലോ കാണുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ട് ഈ ഒരു ബോട്ടിൽ കാണാനും. പെയിൻറ്റൊക്കെ പല ഭാഗത്ത് കുറച്ച് കൂടുതൽ മിക്സായിട്ടും ചില ഭാഗത്ത് മിക്സ് ആവാതെയൊക്കെ. എൻ്റെ മോന് പറയുന്നത് പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഷർട്ട് പോലെ ഉണ്ടെന്നാണ് പറയുന്നത്.
ഞാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റോൾ ചെയ്ത് വന്നപ്പോഴാണ് അങ്ങനെ ഒരു സ്പ്രെഡായിട്ടൊക്കെ വന്നത് പെയിൻറ്റും. പക്ഷേ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അതിന് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം മെത്തേഡ് തന്നെ വേറൊരു ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഒരിക്കലും സെയിം ആവില്ല, എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ആ ടെസ്റ്റിമോണിയൽസും കൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് നമ്മളുടെ കൊച്ചു കൂട്ടുകാർ അയച്ചു തന്നത് നോക്കാം. കൊടുങ്ങല്ലൂരുള്ള 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഫർഹ മോൾ അയച്ചു തന്നതാണ്. എക്സൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ നല്ലൊരു ഡിസൈനൊക്കെ ചെയ്തിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ആ ഒരു മാർബിൾ എഫക്റ്റ് ഓൺ ബോട്ടിലില്ലേ, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. അടുത്തതായി കണ്ണൂരുള്ള ഹിബ മറോ അയച്ചു തന്നതാണ്. 11 വയസ്സുള്ള ഒരു മോളാണ്. മാർബിൾ ബോട്ടിൽ ഞാനൊരു ബ്ലാക്കിൽ വൈറ്റാണ് കൊടുത്തത്, അത് വൈറ്റിൽ ബ്ലാക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ആ ഒരു ക്യാൻഡിൽ ഫ്ലവറും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. ഹിബ മോൾ നേരത്തെയും ഒരുപാട് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി മലപ്പുറത്തുള്ള 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ആയിഷ സെൻഹ അയച്ചു തന്നതാണ്. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് നല്ലൊരു ആൻറ്റിക് കളർ ബോട്ടിലൊക്കെ ചെയ്തിട്ടാണ് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി പയ്യന്നൂരുള്ള 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന പ്രാർത്ഥന T.P അയച്ചു തന്നത് പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സ്ട്രോബെറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടി ചെയ്താണെന്ന് കണ്ടാൽ പറയേയില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അടുത്തതായി മഞ്ചേരിയുള്ള ഷിബില ഫവാസ് അയച്ചു തന്നതാണ്. എൻ്റെ അനിയത്തിയാണ്. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചത്. വൂളനൂലിന് പകരം ഒരു ഗോൾഡൻ്റെ ലേസൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഷെറിൻ അമ്പാട്ട് അയച്ചു തന്നതാണ്. വാഴയില ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹോം ഡെക്കറാണ് ട്രൈ ചെയ്തത്. വാഴയില ഉപയോഗിച്ചിട്ട് അതിന് നല്ലൊരു ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷെറിൻ നല്ലൊരു കട്ട സപ്പോർട്ടാണ് എനിക്ക്. ഷെറിൻ നേരത്തെയും കുറേ ഫോട്ടോസ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി ഫാത്തിമ ഷംനാദ് അയച്ചു തന്നതാണ്. ഡേറ്റ്സിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഫ്ലവർ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡ് പിസ്തയുടെ ഷെല്ലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഡെക്കറേറ്റീവ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ക്യാൻഡിൽ ഫ്ലവറും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ലക്ഷ്മി SP അയച്ചു തന്നതാണ്. പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സ്ട്രോബെറി ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൽ നല്ലൊരു ചെടിയൊക്കെ വെച്ചപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ പിക്ചേഴ്സൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ.